വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊല്ലം ജില്ലാ പ്രസിഡന്റായി എസ് ദേവരാജനെയും ജനറൽ സെക്രട്ടറിയായി ജോജോ കെ എബ്രഹാമിനെയും തെരഞ്ഞെടുത്തു. ഏകോപന സമിതി ജില്ലാ ദ്വൈവാർഷിക കൗൺസിൽ യോഗമാണ് ഭാരവാഹികളെ തെരഞ്ഞെടുത്തത്. സംരംഭകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതുവരെ ആരോടും സന്ധിയില്ലെന്ന് കൗൺസിൽ ഉദ്ഘാടനം ചെയ്ത സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര പറഞ്ഞു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊല്ലം ജില്ലാ ദ്വൈവാർഷിക കൗൺസിലാണ് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തത്. എസ് ദേവരാജനെ പ്രസിഡന്റായും അഡ്വക്കേറ്റ് ജോജോ കെ എബ്രഹാമിനെ ജനറൽ സെക്രട്ടറിയായും ബി രാജീവ്, എസ് കബീർ, എസ് നൌഷാറുദ്ദീൻ, എൻ രാജീവ്, എം എം ഇസ്മയിൽ, ആർ വിജയൻപിള്ള, എ കെ ഷാജഹാൻ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും എഫ് ആന്റണി, എസ് രമേശ് കുമാർ, ഡി വാവച്ചൻ, ബി പ്രേമാനന്ദ്, എ കെ ജോഹർ, ജി രാജൻകുറുപ്പ്, എസ് സാദിഖ, ഡി വാവച്ചൻ, ബി പ്രേമാനന്ദ്, എ കെ ജോഹർ, ജി രാജൻകുറുപ്പ്, എസ് സാദിഖ, ഡി മാമച്ചൻ എന്നിവരാണ് മറ്റു ഭാരവാഹികൾ. എ അൻസാരിയാണ് ട്രഷറർ. സംരംഭകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതുവരെ ആരോടും സന്ധിയില്ലെന്ന് ദ്വൈവാർഷിക കൗൺസിൽ ഉദ്ഘാടനം ചെയ്ത വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര പറഞ്ഞു. വഴിയോര വ്യാപാരം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും വിവിധ സൊസൈറ്റികളുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമാന്തര വ്യാപാരം, ഓൺലൈൻ വ്യാപാരം, വ്യാപാര മന്ത്രാലയം യാഥാർത്ഥ്യമാക്കുന്നതിനാവശ്യമായ നിയമനിർമ്മാണം, അശാസ്ത്രീയമായ ദേശീയപാത നിർമ്മാണം, ചെറുകിട പട്ടണങ്ങളിലേക്കുള്ള കുത്തകളുടെ കടന്നുവരവ് തുടങ്ങിയ വിഷയങ്ങളിൽ മുഖ്യമന്ത്രിയുടെ അടിയന്തര ശ്രദ്ധ പതിയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മാത്രമല്ല നമ്മുടെ വ്യാപാരി സംഘം മാസികയിൽ അതിശക്തമായ ഭാഷയിൽ സിവിൽ സ്കോറിന്റെ ദോഷവശങ്ങൾ ഞാൻ പ്രസിദ്ധീകരിച്ചു. അതിൽ ഇംഗ്ലീഷ് കോപ്പി ബഹുമാനപ്പെട്ട ധനമന്ത്രിക്ക് റിസർവ് ബാങ്കിൽ അയച്ചു. എന്നിട്ട് ധനമന്ത്രിയുമായി ബന്ധപ്പെട്ടു. എന്നിട്ട് അവിടുന്ന് റിസർവ് ബാങ്ക് ഓഫീസിൽ ബന്ധപ്പെട്ടു വിശദമായ ഒരു റിപ്പോർട്ട് കൊടുക്കുകയാണ്. 28 സംസ്ഥാനങ്ങളിലും സിവിൽ സ്കോർ നമ്മുടെ സാമ്പത്തിക നില എത്ര മെച്ചപ്പെട്ടാണ്. ഏതെങ്കിലും ഒരു സമയത്ത് സിവിൽ സ്കോർ പോയാൽ നമുക്ക് ബാങ്കിൽ ലോൺ കിട്ടാത്തത് കൊണ്ട് നഷ്ടപ്പെട്ട ജീവിതങ്ങൾ, ജീവിത സാഹചര്യങ്ങൾ, അത് വിശദമായ റിപ്പോർട്ടുകൾ റിസർവ് ബാങ്കിലൂടെ നൽകാൻ നൽകിക്കൊടുത്തു. 2014 മുതൽ 2025 വരെ അരങ്ങാപ്പാറ റിസർവ് ബാങ്ക് പല എംപിമാരും കൊടുത്ത് റിസർവ് ബാങ്ക് പ്രിയമുള്ള ചരിത്രത്തിൽ ആദ്യമായി റിസർവ് ബാങ്കിന്റെ യോഗം കൂടി തീരുമാനിച്ചു, ഇനി മുതൽ നമ്മൾ ലോൺ കൊടുക്കുമ്പോൾ സിവിൽ സ്കോർ മാത്രം നോക്കണ്ട, ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് അതുകൂടെ പരിഗണിച്ച് ലോൺ കൊടുക്കാൻ അധികാരം മാനിച്ചു കൊടുക്കുവാൻ ഈ സംഘടനയ്ക്ക് കഴിഞ്ഞു, വ്യാപാരി സംഘം മാസികയ്ക്ക് കഴിഞ്ഞു എന്ന് അഭിമാനപൂർവ്വം പറയുകയാണ്. ജില്ലാ പ്രസിഡന്റ് എസ് ദേവരാജൻ അധ്യക്ഷത വഹിച്ചു. കാരണം ഒരു യൂണിറ്റിൽ 10ലധികം ആളുകൾ ചേരാൻ തയ്യാറായി വരുന്നെങ്കിൽ ആ യൂണിറ്റ് അവരുടെ യൂണിറ്റ് ഭാരവാഹികൾ അവരുടെ ആ ലിസ്റ്റ് സമാഹരിച്ച് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ പറയുന്ന മുറയ്ക്ക് അവർ പണം വാങ്ങി ജില്ലയിലേക്ക് അടയ്ക്കുകയും പെട്ടെന്ന് തന്നെ അതിൻ്റെ അപേക്ഷാ ഫോമൊക്കെ പൂരിപ്പിച്ച് നൽകി അത് പൂർത്തീകരിക്കുകയാണ്. കാരണം എന്ന് പറയുന്നത് നമുക്ക് ഒരു 4ാം ഘട്ടം എന്ന് പറഞ്ഞ ചേരുന്ന ആളുകളെ സ്വീകരിക്കാൻ കഴിയും. ജനാധിപത്യം വ്യാപാരി വ്യവസായി ഏകോപന സമിതി തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ എന്താണെന്ന് അക്കമിട്ട് നിർത്തിയപ്പോൾ അത് അംഗീകരിക്കാനും അനുസരിക്കാനും കൊല്ലം ജില്ലയിലെ പ്രബുദ്ധരായിട്ടുള്ള വ്യാപാരി വ്യവസായി സമൂഹം കൗൺസിലർമാരെടുത്ത തീരുമാനമാണ് ഇന്ന് നിങ്ങൾക്കുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള നേട്ടം. ഇന്ന് 900ഓളം മെമ്പർമാർക്ക് ഇരിക്കാനുള്ള അവസരം അതാണ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്താൻ ഈ സന്ദർഭം വിനിയോഗിക്കണം. മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടന്നു പോകുന്നില്ല. നമ്മുടെ രാജ്യം എത്രയോ മുന്നോട്ടേക്ക് നീങ്ങി. സംഘടന രൂപീകരിക്കുമ്പോഴുള്ള പ്രശ്നമാണോ ഇന്ന് വ്യാപാരികൾ അഭിമുഖീകരിക്കുന്നത്? ഇന്ന് വിദ്യാഭ്യാസം ആര് ചെയ്യണം, വ്യാപാരം ആര് ചെയ്യണം എന്ന തീരുമാനം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ കൊണ്ട് നമുക്ക് എടുപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വ്യാപാര കേന്ദ്രങ്ങളായി മാറിയിരിക്കുന്നു. നമ്മുടെ കടയുടെ മുന്നിൽ വഴിയോര വ്യാപാരം തഴച്ചു വളരുന്നു. അവരെയെല്ലാം പ്രോത്സാഹിപ്പിക്കാനുള്ള സമീപനം ഒരു ഭാഗത്ത് നടത്തുന്നു. പോലീസ് അസോസിയേഷൻ വ്യാപാര മേഖലയിലേക്ക് മാറിയിരിക്കുന്നു. അതുപോലെ തന്നെ ഓൺലൈൻ വ്യാപാരം, വ്യവസ്ഥാപിതമായ വ്യാപാരം ചെയ്യുന്നവർക്ക് അടച്ചുപൂട്ടാൻ കഴിയുന്ന നിയമനിർമ്മാണം നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.